വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് മുൻപിൽ മുട്ടുകുത്തി NIT അധികൃതർ. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ കാവിനിറത്തിൽ ഇന്ത്യൻ ഭൂപടം വരച്ചതിനെതിരെ പ്രതിഷേധിച്ചതിന് ദളിത് വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്ത നടപടി മരവിപ്പിച്ചു. ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അവസാന വർഷ വിദ്യാർത്ഥി വൈശാഖ് പ്രേംകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിയാണ് മരവിപ്പിച്ചത്. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് ഇന്ന് മുതൽ ഞായറാഴ്ച വരെ ക്യാമ്പസിന് അവധി നൽകിയിട്ടുണ്ട്. സസ്പെൻഷൻ മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സന്തോഷം പങ്കുവച്ചത്. അപ്പീൽ പരിഗണിച്ച് വിദ്യാർത്ഥിയുടെ വാദം കേൾക്കുന്നതുവരെ സസ്പെൻഷൻ നടപ്പാക്കില്ല. ഞാനൊരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്, അത് കേൾക്കുന്നവരെ അത് വാലിഡ് അല്ല, എനിക്ക് ക്ലാസ്സിൽ കയറാം, എനിക്ക് ക്യാമ്പസിൽ കയറാൻ ഒരു പ്രശ്നവുമില്ല എന്ന് ആണ് കോമ്പറ്റന്റ് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ഇനിയും കമ്മിറ്റി മീറ്റിംഗ്സ് ഇരിക്കേണ്ടി വരും. അത് ഫെയർ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ കാവിനിറത്തിൽ ഇന്ത്യൻ ഭൂപടം വരച്ചതിനെതിരെ ഇന്ത്യ രാമരാജ്യമല്ല മതേതര രാജ്യമാണെന്ന പ്ലക്കാർഡ് ഉയർത്തിയതിനാണ് വൈശാഖിനെ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് ഇന്നലെ NIT സാക്ഷ്യം വഹിച്ചത്. ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ പുറത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഫ്രട്ടേണിറ്റി മൂവ്മെന്റാണ് ആദ്യം പ്രതിഷേധ മാർച്ചുമായി NIT-യിലെത്തിയത്. RSSന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഇവിടുത്തെ NIT കേന്ദ്രീകരിച്ച് നടത്തുന്ന അജണ്ടകളെ ഇല്ലാതാക്കുന്നതുവരെ അനിശ്ചിതകാല സമരം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങൾ തീരുമാനിച്ച് മുന്നോട്ടു പോകുന്ന അർത്ഥത്തിലേക്കാണ് ഫ്രട്ടേണിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ത്രിവർണ്ണ നിറത്തിൽ ഇന്ത്യൻ ഭൂപടം വരച്ച് KSUവും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി എത്തി. SFI നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ SFI സംസ്ഥാന കമ്മിറ്റി അംഗത്തിനുൾപ്പെടെ പരിക്കേറ്റു. വിദ്യാർത്ഥികളെ മർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് DYFI റോഡിൽ കുത്തിയിരുന്നു. നടപടി ഉണ്ടാകുമെന്ന കമ്മീഷണറുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചാണ് MSF NIT വിദ്യാർത്ഥികളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കൊടുവിൽ സസ്പെൻഷൻ നടപടി മരവിപ്പിക്കാൻ അധികൃതർ നിർബന്ധിതരാകുകയായിരുന്നു. മീഡിയ 1 കോഴിക്കോട്.